വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതോടെ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ നിരവധി പേരാണ് തങ്ങളുടെ ദുരനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തുന്നത്. ഇപ്പോഴിതാ മുകേഷ് അടക്കമുള്ള കൂടുതൽ പ്രമുഖ നടന്മാർക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി മീനു മുനീർ. 2013 സംഭവം. മുകേഷ് അടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മീനു ഉന്നയിക്കുന്നത്. ലൊക്കേഷനിൽ വെച്ചാണ് കൂടുതലും ദുരനുഭവങ്ങൾ ഉണ്ടായത്. മുകേഷ് സെറ്റിൽ വെച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു. ഇന്നസെന്റിനോട് പരാതി പറഞ്ഞപ്പോൾ അമ്മയിൽ ചേരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അമ്മയിൽ ചേരാൻ ശ്രമിച്ചപ്പോൾ മുകേഷ് അടങ്ങിയ സംഘം തടഞ്ഞു. ആഹാ അമ്പടി കള്ളി, ഞാൻ അറിയാതെ നീ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ? നിനക്ക് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? നീ ആർക്കും കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് വളരെ പച്ചയ്ക്കാണ് അയാൾ സംസാരിച്ചത്. ഞങ്ങളെ ഗൗനിക്കാതെ ഒരിക്കലും നിനക്ക് അമ്മ മെമ്പർഷിപ്പ് കിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുകേഷിനെ അതിനു മുൻപ് നേരിട്ട് കണ്ടിട്ടുള്ള കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ്. അന്ന് താല്പര്യമുണ്ട്, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. പുള്ളിക്ക് കാക്കനാടോ മറ്റോ ഒരു വില്ലയുണ്ടെന്നും അവിടേക്ക് വന്നാൽ മതിയെന്നും പറഞ്ഞു. അന്ന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി. പിന്നെ കാണുന്നത് നാടകമേ ഉലകം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്. ഒരു ദിവസം പുള്ളി എന്റെ മുറിയിലേക്ക് പെട്ടെന്ന് കയറി വന്നു. താൻ എന്താടോ ഇങ്ങനെ? ഞാൻ നിന്നെ പിടിച്ചു വിഴുങ്ങുകയില്ലെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കുകയും കട്ടിലേക്ക് തള്ളിയിടുകയും ചെയ്തു. അവിടുന്ന് പുള്ളി തള്ളിയിട്ട് ഉരുണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നുമാണ് മീനു പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസവും കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫും വീണ്ടും മുകേഷിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഹോട്ടലിൽ താമസിക്കുമ്പോൾ മുകേഷ് തന്നെ മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയെന്നാണ് ടെസ് ജോസഫ് പറയുന്നത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയതെന്ന് ടെസ് പറയുന്നു. അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും പിന്നീട് ഹോട്ടലിൽ സ്വാധീനം ചെലുത്തി സ്വന്തം മുറിക്കടുത്തേക്ക് മാറ്റിവെച്ചുവെന്നാണ് ടെസിന്റെ ആരോപണം. ഇതേ തുടർന്ന് അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രമിനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് തന്നെ രക്ഷിക്കുകയായിരുന്നുവെന്നുമാണ് കൽക്കത്ത സ്വദേശിയായ ടെസ് പറഞ്ഞിരുന്നത്. 2018 ടെസ് ജോസഫ് മുകേഷിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെ ടെസിന്റെ ആരോപണത്തിൽ മറുപടിയുമായും മുകേഷ് രംഗത്തെത്തിയിരുന്നു. എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആ യുവതിയെ ഇതുവരെ കണ്ടിട്ടുപോലുമില്ല. ഞാൻ CPM MLA ആയതിനാൽ തന്നെ ലക്ഷ്യം വെക്കുകയാണെന്നത് വ്യക്തമാണ്. ആരാണ് ഇത്തരം ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് അറിയില്ല. 6 കൊല്ലം മുൻപ് ഈ ആരോപണം വന്നപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം വരെ അടി നടന്നിരുന്നു. ഇയാൾ ഇപ്പോൾ രാജിവെച്ചു, പിടിക്കപ്പെട്ടു എന്നുവരെ പറഞ്ഞവരുണ്ട്. 3 നേതാക്കൾ താനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് നാണം കെട്ടില്ലേ? രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ മറ്റൊന്നുമല്ല ഇതിന് പിന്നിൽ. CPMന്റെ MLA ആയതിനാൽ കയറിയിറങ്ങി എന്തും പറയാമെന്നാണ് 6 കൊല്ലം മുൻപേ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. 26 കൊല്ലം മുൻപ് നടന്ന കാര്യം ഇപ്പോൾ വീണ്ടും എടുത്തു പറയുന്നത് ബാലിശമാണ്. വളരെ മോശം. CPMന്റെ MLA അല്ലായിരുന്നുവെങ്കിൽ ഇവർ തിരിഞ്ഞു നോക്കുമായിരുന്നു. ഇത് എന്നെ ലക്ഷ്യം വെച്ചുള്ള കാര്യമാണ്. ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയില്ല എന്നുമാണ് മുകേഷ് പറഞ്ഞത്.